ശമസൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്രകോടികൾക്കധിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. ശമസൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്രകോടികൾക്കധിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. വാസ്തുവിൻ വസ്തുതകളറിയുന്ന ദ്രോണ, വാസവം ഹൃദയത്തിലറിയുന്ന ദ്രോണ, സമസൃഷ്ടിയോടെന്നും അലിവുള്ള ദ്രോണ, സാമവേദാദികൾ കുറവിടം ദ്രോണ. നമസ്കാരം. SNDPയുടെ കലി അടങ്ങുന്നില്ല. കോടതിയെല്ലാം മത്തായിക്ക് മയിലാണ്. ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കരുതും എന്താ ഇങ്ങനെയൊക്കെ ഒരു ആരംഭം. അതിൻ്റെ ഒരു ഓഡിയോ നിങ്ങളിലേക്ക് കേൾപ്പിക്കുന്നുണ്ട്. ഹലോ. ഹലോ. പറഞ്ഞോളൂ. നേരത്തെ ഒരു ലേഡി ആയിരുന്നല്ലോ ഫോൺ എടുത്തേ. നേരത്തെ എടുത്തത് എന്റെ വൈഫാണ്. വൈഫ് എവിടെ പോയി? വൈഫിനപ്പം അറിയില്ലായിരുന്നു നിങ്ങളെ. ഞാൻ ഈ നമ്പർ പെട്ടെന്ന് കണ്ടപ്പോൾ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. ഞാനതിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന ആളാണെന്നുള്ളത്. അന്ന് വിളിച്ചതിന് നിങ്ങൾ മറുപടിയൊക്കെ കേട്ടല്ലോ. വാട്സപ്പിലൊക്കെ വിശദമായിട്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഭാഷണം പുള്ളി ഇട്ടായിരുന്നല്ലോ. അതൊക്കെ കണ്ടുല്ലേ. അല്ല, ഇപ്പൊ നിങ്ങളുടെ വൈഫിന്റെ ഫോണിൽ നിന്നാണ് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ? അല്ല, വൈഫും വിളിക്കും, പിന്നെ എന്റെ സുഹൃത്തുക്കൾ വിളിക്കും. അങ്ങനെ പലരും. ഞാൻ ഇതിന്റെ വിശ്വാസികൾ 2-3 പേർക്ക് നമ്പർ കൊടുത്തു. അവരൊക്കെ വിളിച്ചു കാണും. നമ്പർ ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ മാത്രമല്ല, തന്ത്രികളുടെ നമ്പരും അതിലുണ്ടായിരുന്നല്ലോ. അതും തന്ത്രികളുടെ നമ്പർ ഒന്നും അതിലുണ്ടാവില്ല. ഉണ്ടായിരുന്നല്ലോ. വാട്സപ്പിലുണ്ടാവില്ല. അത് വിളിച്ച അയാൾ ഇതുവരെ എടുത്തിട്ടില്ല. നമ്പർ ഞാൻ വേറെ കൊടുത്തല്ലോ. വേറെ കൊടുത്തവർ നമ്പർ നിങ്ങൾക്ക് ഫോണിൽ നിന്നോ വാട്സപ്പിൽ നിന്നോ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ഇല്ല, വാട്സപ്പിൽ ഇല്ല. യൂട്യൂബിലും കിട്ടാൻ ചാൻസ് ഇല്ല. അതൊന്നും സാറിന്റെ സംവാദത്തിനില്ല. ഒരു ഞാനില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അത് അതിനുള്ളൊരു അവസരം ഉണ്ടായില്ല. ഞാനതങ്ങ് എന്ത് ചെയ്തു? അല്ല, നിങ്ങളന്ന് അഡ്വക്കേറ്റ് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞില്ല എന്നെ വിളിച്ചിട്ടേ. നിങ്ങളെ പേര് രാജേഷ് എന്നാണെന്ന് ഇപ്പൊ പറയണേ? രാജേന്ദ്രനാ? അല്ലെങ്കിൽ നിങ്ങളെന്താ, നിങ്ങൾ അവിടെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. പിന്നെ ഇവിടെ എന്തൊക്കെയോ വിളിച്ചു. അവര് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു. അത് തന്നെ വിളിക്കാഞ്ഞതല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു വിവാദത്തിനോ തർക്കത്തിനോ അല്ല. ഞാൻ സൗമ്യമായിട്ട് കാര്യം പറയാമെങ്കിൽ നിങ്ങൾ കേൾക്കുക. അല്ല, ഒരു തർക്കത്തിന് ഞാനില്ല. കാരണം അതും പുള്ളിക്കാരൻ അതും വിറ്റ് കാശാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു തർക്കം നമ്മളൊരു ചൂണ്ടയിടും, അതിൽ കുത്തി അയാൾക്ക് വായി വരുന്നതെല്ലാം വിറ്റ് പറഞ്ഞാൽ അഭിപ്രായം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനൊന്നും ഇനി ഞാനില്ല. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. വെറും ഒരു ഇതൊന്നുമല്ല. ഞാൻ ഭിന്നശേഷി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാ. പിന്നെ പൊതുവേദി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ്. അങ്ങനെ ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്നെ നൂലക്കെട്ടി ഇറക്കി സുഭാഷ് ചന്ദ്രകൾ ചീത്ത വിളിക്കാനായിട്ട് ഒന്നും ഇരിക്കുന്ന ആളല്ല. എനിക്ക് ഒക്കെ ഉള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും അങ്ങനെ തെറി വിളിച്ചിട്ടില്ല. നിങ്ങളിപ്പോഴും പറയുന്നത് തെറ്റായ കാര്യല്ലേ? സുഭാഷ് ചന്ദ്ര ഒരിക്കലും നിങ്ങളെ എന്റെ കുഞ്ഞെ, ഞാൻ എന്താ തെറ്റായ കാര്യം പറയുന്നത്? ഈ ഒരു ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം. ഈ കേരളത്തിൽ ഒരുപാട് 1903 ഞാൻ ഡേറ്റ് സഹിതം പറയാം. 1903 SNDP യോഗം രൂപം കൊള്ളുന്നതിന് മുമ്പ് 5 രൂപ ശമ്പളം പറ്റുന്ന ഒരു പിന്നോക്കക്കാരൻ കേരള സർവീസിൽ ഉണ്ടായിരുന്നു. ആരെങ്കിലും ശിക്ഷ തന്നെയാണോ ഇന്നിട്ട് അംഗീകാരങ്ങളും ഈ അർഹതകളും ഈ സ്ഥാനമാനങ്ങളും ഇന്നത്തെ ഈ ആസ്തിയും ഒക്കെ ഈ സമൂഹം, ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ നേടിയെടുത്തത് ആരുടെയും ഔദാര്യമല്ല. SNDP എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടതിന് ശേഷം ഉണ്ടായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ പഠിക്കുന്നത്. ആ SNDP ആരെങ്കിലും കയറി കൊണ്ട് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയും. അതിന്റെ ആചാര്യന് തെറി പറയുകയും എന്ത് സംസ്കാരം ഉണ്ടായിട്ട് ഈ ഇതിന്റെ പെണ്ണപ്പുള്ളായിട്ടിരിക്കുന്ന ഞാൻ ഒരു സ്ത്രീയെ നിങ്ങളോട് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. ഇട്ടിരിക്കുന്ന മറ്റേത് മഞ്ഞ ഇതൊക്കെ എന്ത് ആരും ഉപയോഗിക്കാത്തതായിരുന്നു.
ഇതൊക്കെയാണ് ഒരു തന്ത്രി ഒരു 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 ദൈവിക ഉള്ള ഒരു മനുഷ്യൻ ഒരു ചർച്ചയിൽ പറയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ മഞ്ഞ ഷെഡിട്ടെന്ന് പറയുന്നത് എന്താ കുഴപ്പം? അതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങൾ മഞ്ഞ ഷർട്ട് ഇടുന്നു, മഞ്ഞ പ്രായ ഇടുന്നു, പിന്നെ കണ്ടിട്ടുള്ള ഒരാൾ സംസാരിക്കും. ഇവരൊക്കെ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് വിപ്ലവം ഉണ്ടാവുമെന്നാ പറയുന്നത്? ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ ഇരുന്ന് ഒരു സെറ്റിൽ ഇരുന്നുകൊണ്ട് ഇത് അയ്യാ പൊതുവേദിയിൽ വന്ന് സംസാരിക്കട്ടെ സഹോദരി, പൊതുവേദിയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കട്ടെ. തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ? വീട്ടിനകത്തോ അല്ലെങ്കിൽ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ അയാൾക്കൊരു പൊതുവേദി ഞാൻ വിളിക്കാം, ഞാൻ സംവാദത്തിന് തയ്യാറാണ്, ഞാൻ സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾക്കറിയാമോ കേരളത്തില് പുലപ്പേടി, മണ്ണാപ്പേടി, അച്ചിപ്പുടവ, അങ്ങനെ കാലികെട്ട് കല്യാണം, തിരണ്ടുകുളി, ഇങ്ങനെ ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദുരാചാരങ്ങളൊക്കെ നിർത്തലാക്കിയത് ആരാ? അതൊക്കെ നവോത്ഥാന നായകന്മാരുടെ കഴിവ് തന്നെയാണ്. സാറ് പറയുന്നത് ഈ കേരളത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ജീവിച്ചത് കൊണ്ട് തന്നെയാണ് പുരോഗതി ഉണ്ടായത്. എന്തുകൊണ്ട് പശ്ചിമ ബംഗാളിലില്ല? എന്തുകൊണ്ട് ബീഹാറിലില്ല? എന്തുകൊണ്ട് മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇത്രയും ഇതുണ്ടായിട്ടില്ല? എന്താ നിങ്ങളത് തിരിച്ചറിയാം? വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടാവാം. എവിടെ എങ്ങനെ ഉണ്ടായത്? ഇവിടെ എങ്ങനെ ഉണ്ടായി? ഒരു 4 വിത്ത് ഇരുന്നുകൊണ്ട് ഒരു വിശ്വഗുരുവിനെ, ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ ഗുരുവാണ്. ലോകം അംഗീകരിച്ച ഞാൻ ജയിക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല, ഞാൻ ജയിക്കാൻ വേണ്ടി. A.T. കോവൂര് ഇടമറുകം പറഞ്ഞു യേശു ക്രിസ്തുവും ക്രിസ്ത്യനും ജീവിച്ചിരുന്നില്ല എന്ന്. യുക്തിവാദികളുടെ നേതാവ് ഏതെങ്കിലും ഒരു യുക്തിവാദിയോ ഏതെങ്കിലും ഒരു കക്ഷിയോ ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നിട്ടില്ല, അയാൾ അധമനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ നൂറ്റാണ്ടിൽ ഈ 21ാം നൂറ്റാണ്ടിൽ തന്ത്രി ഞാനും ഒക്കെ ഏകദേശം ഒരേ പ്രായക്കാരനാണ്. ഞാൻ പറയട്ടെ, ഈ നൂറ്റാണ്ടിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആള് പശുക്കറവക്കാരനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ജോലി എന്ത് വരുന്നു? യാദവനാണ്. യാദവന്റെ ജോലി എന്തുവാ? പിന്നെ യേശു ക്രിസ്തു കേരളത്തിലാണ് ജനിച്ചെങ്കിൽ ആചാര്യ ക്രിസ്തു ആയിരുന്നു. നിങ്ങളത് ഈഴവനാണെന്നുള്ള രീതിയിലേക്ക് പോരുന്ന രീതിയിലേക്ക് പറഞ്ഞത്. ഈഴവാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന ആളാണ്. ആ രീതിയിലാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനങ്ങനെ ആക്ഷേപിക്കും? നിങ്ങൾ എന്തിനങ്ങനെ ആക്ഷേപിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യോതിഷം നോക്കിയാ പോരെ? ഈ മറ്റു സാമൂഹിക പരിഷ്കർത്താക്കളെ ആക്രമിക്കണോ? നിങ്ങളുടെ ജ്യോതിഷത്തിന്റെ വഴിക്ക് കൊണ്ടുപോകണം. സാധാരണക്കാരെ ഞാനത് ഒഴിവാക്കിയതാ. നിങ്ങൾ ഇട്ടത് ഞാൻ ഇടാവുന്ന മേഖലയിൽ, അതായത് ലീഗൽ സൈഡിൽ അങ്ങേയറ്റം വരെ ഇത് ഫോർവേഡ് ചെയ്യാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന എല്ലാവർക്കും കൊടുക്കത്തില്ല. എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇതൊരു സംവാദത്തിന് അവസരം ഉണ്ടാക്കിയല്ല. പക്ഷേ പ്രധാന കക്ഷികൾക്കെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ. സാറേ, കോടതിയിൽ നിങ്ങൾ വരണം എന്ന് തന്നെയാ പറയണത്. സാറ് കേസ് കൊടുക്കേണ്ട ഉദ്ദേശം എന്താ? നിങ്ങൾ കോടതിയിൽ വരണം, കോടതിയിൽ തർക്കം വിഷയം വരണം, സമ്പാദിക്കണം. കോടതിയിലേക്ക് പോകണം തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ കേസ്. ഞാൻ വരത്തില്ല. ഞാൻ അതിന് ഇത് വെച്ചിട്ടുണ്ട്. അതിന് വക്കീലന്മാരുണ്ട്, ഞങ്ങൾക്ക് ഹോറമുണ്ട്, ഞങ്ങൾക്ക് സംഘടനയുണ്ട്. ഞാൻ വരത്തില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ഇതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ ഇതിന് ഇത് വരാനോ ഇതിന് മറുപടി പറയാനോ ഒന്നും വെച്ചാൽ ഞാൻ നിങ്ങൾ എന്തോ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വോട്ടക്കളത്തിൽ കിടക്കുന്ന മാറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വലിപ്പം അറിയാവുന്ന അയാൾക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നതിനെ കുറിച്ച് പറയുന്നതിന് ഞങ്ങൾ മറുപടി പറയാനിരിക്കത്തില്ല. എത്ര പേര് 10 പൈസ 1000 കൊടുത്തു കഴിഞ്ഞാൽ 4 സമരത്തിന് ജാഥയ്ക്ക് വരാൻ വരുന്ന ആൾക്കാരാണോ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജ്യോതിഷമാണെങ്കിൽ ജ്യോതിഷത്തിന്റെ പണിക്ക് പോകണം. ജ്യോതിഷം അയാളെ ബഹുമാനം അറിയിക്കുന്ന കക്ഷിയായിരുന്നു എങ്കിൽ അയാൾക്ക് ആ ബഹുമാനം കൊടുത്തേനെ. അതുകൊണ്ടാണ് നമുക്കത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി. നമ്മൾ ഗുരുനാഥ പറഞ്ഞത് മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് ശരിയല്ല എന്ന് പറയണത്. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ആക്ഷേപിക്കാൻ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പുള്ളി ജ്യോതിഷം നോക്കിയാ പോരെ? ജ്യോതിഷം നോക്കി കവടിയൊക്കെ നിർത്തി വെച്ചിട്ട് പുള്ളിയുടെ അച്ഛനെ ആരാന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഇത്രയും നെറുകേട് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കണ്ടുപിടിക്കട്ടെ. കവടി നിർത്തി കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് ആക്ഷേപിക്കാൻ നിൽക്കുക. നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങളൊരു ഒരു സ്ത്രീ
ജെൻഡർ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി അത് അങ്ങേരെ കൂടെ നിൽക്കത്തില്ല. അങ്ങേരെ കൂടെ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് തൊഴിലുറപ്പിന് പോയാലും ജീവിക്കാനുള്ള പൈസ കിട്ടും. ഞങ്ങള് വന്ന് പൂജാ രീതികൾ ചെയ്ത് നിലവാരം ഞാൻ മനസ്സിലായി. ഞാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ വോയിസിൽ ഞാൻ കേട്ടത് ഒരാളെ ഏതോ നവോത്ഥാന ദൈവം ഒന്ന് വിശേഷിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ മറുപടി എന്തുവാ? ഒരു സംസ്കാരമുള്ള ഒരു സ്ത്രീക്ക് ചേരുന്ന മറുപടിയാണോ? നമ്മളെന്ത് പറഞ്ഞു നിങ്ങൾ പറയണേ? നിങ്ങൾ എന്താ മറുപടി പറഞ്ഞ? ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്താ മറുപടി പറഞ്ഞ? യൂട്യൂബിൽ എന്റെ ആകെ ഒരു വോയിസ് പോയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനെ വെറുതെ അതൊക്കെ പറയുന്നത്? അല്ലല്ലോ, ഞാൻ വേണേ നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരാം. നിങ്ങളാണോ എന്തോന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഓഫീസിൽ വിളിച്ചതാ. അതായത് ഈ പ്രണമമലയിൽ ഈ തന്ത്രി എന്ന് പറയുന്ന കുതന്ത്രയുടെ അവിടെ ഒന്ന് വിളിച്ചതാ. വിളിച്ചപ്പോൾ സ്ത്രീയുടെ വോയിസ് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയുള്ളത് പറയണോ താൻ ആദ്യം? അവനേക്കാളും ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക്. എന്ത് ക്വാളിഫിക്കേഷൻ? അവനേക്കാളും ക്വാളിഫിക്കേഷൻ. ഞാൻ 30 വർഷം അധ്യാപനം നടത്തിയതാണ്. പിള്ളേരെ പഠിപ്പിച്ചവൻ. അതും LKG UKG ഒന്നും അല്ല, ഡിഗ്രി തലത്തിലുള്ള പിള്ളേരെ പഠിപ്പിച്ചവനാണ്. എന്നോട് ചോദിക്കാൻ നിനക്കുള്ള വിവരം ബോധം കാണില്ലല്ലോ. ഡിഗ്രി പഠിപ്പിച്ച മര്യാദക്ക് സംസാരിച്ച് അതിനുള്ള കാണിക്കണില്ലല്ലോ. അത് കാണിക്കില്ല. സാമാന്യ ബുദ്ധി ഒരു മര്യാദക്ക് സംസാരിച്ച് മാതൃത്വത്തിന്റെ പ്രതീകമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക്, അല്ലാതെ 4 പൈസ 4 കണ്ടുകൊണ്ട് ചൊരിപാടാപ്പാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലേക്ക് മറുപടിയാണോ നിങ്ങൾ പറയുന്നത്? അതൊക്കെ തരാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോയി പറയണം. ആൾക്കാരോട് പറയരുത്. അത് പറയും. നിങ്ങൾ അവനെ വിളിച്ച് പറയണം. ഇങ്ങോട്ട് പറയുമ്പോൾ അമ്മച്ചിട്ട് നായരുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയണം. നിങ്ങൾ സംസാരിക്കുന്നത് കോടതി ഹാജരാക്കിയാലും മത്തായിക്ക് അമ്മ. ഓ ശരി ശരി, പറഞ്ഞ മനസ്സിലായ. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ റെക്കോർഡ് കോപ്പൊന്നും ചെയ്യത്തില്ല. ഞാൻ പറയാനുള്ളത് എവിടെയും വന്ന് പറയും. ഞാൻ വെറും ഊച്ചാലിയൊന്നും അല്ല. ഞാൻ പൊതുരംഗത്തിരിക്കുന്നവനാ. ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ളവനാ. ആയിക്കോട്ടെ, ഔദ്യോഗിക സ്ഥാനങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ക്വാളിറ്റിയാണല്ലോ ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ ക്വാളിറ്റി ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഓഡിയോ എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇത് തന്നെ നമ്മുടെ ഒരു ശിഷ്യയെയും അതേപോലെ നമ്മുടെ ഒരു സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലേഡിയെ വിളിച്ചുകൊണ്ട് മുമ്പ് വിളിച്ചു. ഓൾറെഡി അത് വിളിച്ചത് എന്തും പറഞ്ഞായിരുന്നു, കൊട്ടാരക്കര യൂണിയൻ്റെ പ്രസിഡൻ്റാണ്, അഡ്വക്കേറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നോക്കിയപ്പോൾ അവർ പേടിച്ചില്ല. കാരണം എൻ്റെ ശിഷ്യയല്ലേ, ഞാൻ നല്ല പ്രാക്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. കാരണം എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് തന്നെ വലിയ പ്രാക്ടീസ്. പോരാത്തിന് 2 ദിവസത്തെ ആവാഹന പൂജയിൽ വന്നിരിക്കുമ്പോൾ ഈ SNDPയുടെ അഭ്യാസങ്ങളും ഇഴവാത്തി സമുദായത്തിൽ ജനിച്ച നാരായണഗുരുവിൻ്റെ ലീലാവിലാസങ്ങളും A to Z പറഞ്ഞ് മനസ്സിലാക്കി. അതും SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപകൽപ്പന നടത്തിയത് ഡോക്ടർ പൽപ്പു ആണെന്നും 1903 അതിനു മുമ്പ് അദ്ദേഹം 1884 ഡോക്ടറായിട്ട് ഉപരിപഠനത്തിനും പ്രാക്ടീസിനും വേണ്ടി രാജാവിനെ സമീപിച്ചപ്പോൾ ഈഴവനായതുകൊണ്ട് സഹായം കൊടുക്കാതെ നിരസിച്ചപ്പോൾ അതിൻ്റെ മനോവേദനയോടുകൂടി ഡോക്ടർ പൽപ്പു മൈസൂർ മദ്രാസ് സംസ്ഥാനത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ഉപരിപഠനവും പ്രാക്ടീസും നടത്തുന്ന സമയം സ്വാമി വിവേകാനന്ദനെ കാണുകയും സ്വാമി വിവേകാനന്ദനോട് തൻ്റെ സങ്കടം പറയുകയും തൻ്റെ സമൂഹത്തിന് ഇങ്ങനെയുള്ള അപജയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിവേകാനന്ദൻ പറയും, നിൻ്റെ കുലത്തിലുള്ള ഒരു ആത്മീയ ആചാര്യന് മാത്രമേ ഇതിന് മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഡോക്ടർ പൽപ്പു ആലോചിച്ചപ്പോൾ തൻ്റെ കുലത്തിൽ അങ്ങനെ ഒരു ആത്മീയ ആചാര്യനില്ല. അങ്ങനെയാണ് ഇഴവാത്തി സമുദായക്കാരനായ കുട്ടികളെ നിലത്തെഴുത്തൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നു 4ാം ക്ലാസ് വരെ പഠിച്ച സംസ്കൃതം കുറച്ചൊക്കെ വശമുള്ള നാരായണ ഗുരുവിനെ കണ്ടെത്തുകയും ശിവരാത്രി നാളിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുക, ആത്മീയതയുടെ ഒരു തരിമ്പും ഉണ്ടായിരുന്നെങ്കിൽ മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ശിവരാത്രി ആചരണ ദിവസമായ മഹാശിവരാത്രിയുടെ അന്ന് ശങ്കരൻകുഴിയിൽ മുങ്ങി ഇതേവരെ ഒരാൾ മുങ്ങാത്തതും മുങ്ങിയാൽ ആരും പൊങ്ങി വരാത്തതുമായ ശങ്കരൻകുഴിയിൽ ഏകദേശം 1.25 മണിക്കൂർ മനുഷ്യരൂപത്തിൽ വന്ന ആർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ 4 മിനിറ്റിൽ കൂടുതൽ ഒരു മുങ്ങൽ വിദഗ്ധന് മുങ്ങിക്കിടക്കാൻ പറ്റില്ല. സാധാരണക്കാർ 1.5 മിനിറ്റിനുള്ളിൽ പടമാകും, അതിനും കൂടുതൽ മുങ്ങിയാൽ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരൂപത്തിൽ വന്ന ആൾ 1.25 മണിക്കൂർ 3 നാഴിക മുങ്ങിക്കിടന്നു എന്നൊക്കെ പറഞ്ഞ് വെടിക്കഥ പാടി, അതും അരുവിപ്പുറത്ത് കൊണ്ട് കല്ല് പാറപ്പുറത്ത് വെച്ച സമയത്ത് ഒരു ഇടിമിന്നലടിച്ച് കല്ല് കല്ലിനോട് ഒട്ടിച്ചേർന്നു എന്ന് പറഞ്ഞ വെടിക്കഥകളെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞു. വിഭൂഷിയും ഞമ്മണിക്കുട്ടിയും അതേപോലെ തന്നെ രമേഷ്ജിയും
പിന്നെ ശശി അണ്ണനും വെല്ലുവിളി ഏറ്റെടുക്കാതെ തോറ്റു തുന്നം പാടി ഓടിയപ്പോഴാണ് മുമ്പ് നമ്മുടെ ശിഷ്യയും പ്രവർത്തകയുമായ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് ഓൾറെഡി കോടതിയിലേക്ക് പോയ അതേ സംഭവത്തിൽ വീണ്ടും ചൊറിയാൻ വേണ്ടി വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. അച്ഛനാരാണെന്ന് കബഡി നിരത്തി കണ്ടുപിടിക്കാൻ പറയുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ 5 പേരാണുള്ളത്. 5 പേരും ഒരേ മുഖച്ചായയിലിരിക്കുന്നു. ഈ പറയുന്ന ആളുകൾക്കാണ് കബഡി നിരത്തി കണ്ടുപിടിക്കേണ്ട ഒരു ദുരവസ്ഥ. നമുക്കതിൻ്റെ ഒരു അവസ്ഥയും വരുന്നില്ല. ഇപ്പോൾ SNDP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നമ്മൾ മുമ്പ് പറഞ്ഞു വന്നത് ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യമാണ്. അപ്പോൾ പൽപ്പു ഇത്തരം പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് 1888 പ്രതിഷ്ഠ നടത്തി. ശിവരാത്രിയുടെ മഹത്വം അറിയില്ലാതെ മയം കിടക്കുന്ന ദിവസം കല്ലിനോട് ഒട്ടിപ്പിച്ച നാരായണ ഗുരുവിൻ്റെ വെടിക്കഥ പിന്നീട് ജനങ്ങളിലേക്ക് എത്തുന്നത് 1891 ആദ്യമായിട്ട് നാരായണ ഗുരുവും കുമാരനാശാനായിട്ട് കണ്ടുമുട്ടി 3 വർഷത്തിന് ശേഷം. ആ കുമാരനാശാൻ കൊണ്ട് എഴുതിച്ച വെടിക്കഥകളാണ് പിന്നീട് കേരള സമൂഹം പാടിപ്പുകഴ്ത്തിയത്. എന്തായാലും ഡോക്ടർ പൽപ്പു നിരാശനായില്ല. ഇദ്ദേഹം 1896 മലയാളി മെമ്മോറിയൽ എന്ന ഒരു സംഘടന രൂപീകരിച്ചു. നായർമാരുമായിട്ട് ഒത്തുചേർന്ന് പോയിട്ടും അന്ന് അയിത്തം കൊടികുത്തി വാഴുന്ന കാലമായതുകൊണ്ട് ഡോക്ടർ പൽപ്പ് 3ാമനായിട്ടാണ് രൂപീകരിക്കുന്നത്. അയിത്തം സഹിക്ക വയ്യാതെ അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വന്നു. പിന്നീട് 1897 ഈഴവ മെമ്മോറിയൽ എന്ന ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പു രാജാവിനും ദിവാനും ഒരുപാട് നിവേദനങ്ങൾ സമർപ്പിച്ചു. അതേവരേക്കും തിരുവിതാംകൂർ രാജ്യത്ത് 5 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ഒരു ഈഴവനും ഉണ്ടായിരുന്നില്ല. അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത, സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിൽ, ഇങ്ങനെയുള്ള ഒരുപാട് നിവേദനം കൊടുത്തു. ഡോക്ടർ പൽപ്പുവിനെ സരോജിനി നായിഡു വിശേഷിപ്പിച്ചിരിക്കുന്നു നിശബ്ദ വിപ്ലവകാരി. അപ്പോൾ ഇത്രയും വിപ്ലവം അദ്ദേഹം കാണിച്ചിട്ടും തലയ്ക്ക് വെളിവില്ലാതെ പോയ അന്നത്തെ മഞ്ഞ കിളികൾക്ക്, അന്ന് മഞ്ഞങ്ങളായണ്ടായിരുന്നില്ല, ഈഴവർക്ക് വെളിവ് വരാത്തതുകൊണ്ട് അദ്ദേഹം സഹികെട്ട് 1903 നാരായണ ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ട് SNDP രൂപീകരിക്കും. ഡോക്ടർ പൽപ്പുവാണ്, അല്ല നാരായണ ഗുരു അല്ല. അതിലും ഡോക്ടർ പൽപ്പ് 3ാമനാണ്. നാരായണ ഗുരു പ്രസിഡൻറ്റും അതേപോലെ സെക്രട്ടറി ആയിട്ട് കുമാരനാശാനും വൈസ് പ്രസിഡൻ്റായിട്ടാണ് ഡോക്ടർ പൽപ്പ് വരുന്നത്. അപ്പോൾ ഈ വക ചരിതമൊന്നും അറിയാൻ പാടില്ലാത്ത SNDPയുടെ വലിയ നേതാക്കളെ എനിക്ക് നിങ്ങളോട് വളരെ സഹതാപം. നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള വെടിക്കഥകൾ അതെന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്താ പഠിച്ചിരിക്കുന്നത്? അതിൽ തന്നെ പറയുന്നു സഞ്ചാര സ്വാതന്ത്ര്യം, പിന്നെ മാറുമറയ്ക്കൽ, ഇതൊക്കെ നേടിക്കൊടുത്തതാരാ? 1825 ആലപ്പുഴ ആറാട്ടുപുഴ കാർത്തികപ്പള്ളിയിൽ ജനിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ജന്മിയായിരുന്നു. 250 ഏക്കർ തെങ്ങിൻ പുരയുടെ ഉണ്ടായിരുന്നു. വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം 1849 വൈക്കത്തുള്ള നമ്പൂതിരിയുടെ അടുത്ത് പോയിട്ട് വേഷം മാറി പൂജയൊക്കെ പഠിച്ചെടുത്ത് 1852 ആലപ്പുഴ ആറാട്ടുപുഴയിൽ 2 ശിവക്ഷേത്രം പ്രതിഷ്ഠ നടത്തി. അത്ര മഹാനായിരുന്നു. അദ്ദേഹത്തിനോടാണ് സവർണർ ചോദിച്ചത് എന്ത് അതിക്രമം കാണിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു. പക്ഷേ 1856 ജനിച്ച നാരായണ ഗുരു ശിവപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞു. അതുപോലും സാധാരണക്കാരായ ഈഴവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരിരുന്ന് സദസ്സിൽ തള്ളുന്ന വെടിക്കഥകളുടെ വാക്യപത്രമാണ് സ്വയം നേതാവായ ഈ മഹാൻ പറയുന്നത്. അതിൽ തന്നെ മഹാൻ പറയുന്നുണ്ട് 30 കൊല്ലം പുള്ളി ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള ആളുകളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. പച്ചക്കറി കച്ചവടം കേട്ടോ, നിങ്ങൾ അതും കൂടി അറിയണം. കറവക്കാരനായി നടന്നിരുന്ന നാരായണ ഗുരുവിന് പശുപരിപാലനം എന്ന് കൃത്യമായിട്ട് ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം സാധിക്കാമെങ്കിൽ ഈ പച്ചക്കറിക്കാരന്, അത് വികലാംഗനാണെന്ന് പറയുന്നുണ്ട് ആൾ, എന്തിൻ്റെയൊക്കെ അസോസിയേഷൻ വലിയ നേതാവാണ്, ഭയങ്കര യുക്തിബോധം എന്നൊക്കെ പറയുന്നത്. എന്തായാലും പുള്ളി തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുതന്ത്രി അത് വിറ്റ് കാശാക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്ന ആൾക്ക് തന്നെ സമനില തെറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഈ മഞ്ഞപ്പടകൾ ചെയ്യുന്നത് എന്താ? SNDP ചെയ്യുന്നു. അവിടെ സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുതൽ മൈക്രോ ഫിനാൻസ് തരില്ല. ഈ മൈക്രോ ഫിനാൻസ് വെള്ളാപ്പള്ളി നടേശൻ്റെ തറവാട്ട് സ്വത്തിൽ നിന്ന് കൊടുക്കുന്നതല്ല കേട്ടോ, നിങ്ങൾ അതുകൂടി ആദ്യം മനസ്സിലാക്കുക. അതേപോലെ ശിവഗിരി മഠത്തിൽ നിന്ന് കൊടുക്കുന്നതല്ല, റിസർവ് ബാങ്കിൻ്റെ ഫണ്ടാണ്. കാരണം ഞാൻ SDSന് വേണ്ടി ഇതൊക്കെ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇവർ മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പ് നടത്തിയതുകൊണ്ട് റിസർവ് ബാങ്ക് ഒരുപാട് റൂൾസ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് എത്താൻ പോയില്ല. കാരണം മഞ്ഞപ്പടകൾക്ക് പേടിയുള്ളവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിൽ ചെന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് കല്യാണത്തിന് പത്രിക തരില്ല, മരിച്ചു കഴിഞ്ഞാൽ മഞ്ഞകളുടെ കർമ്മങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിയുമ്പോൾ, അതും ഈ സാധാരണക്കാരാണ് പേടിപ്പിക്കണം, മറ്റുള്ളവർ പേടിക്കണില്ല. അപ്പോൾ ഇവർ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല.
ഇവരുടെ ഭർത്താക്കന്മാരാണെങ്കിൽ കുടിച്ച് റോട്ടിൽ കിടക്കുന്നു. ഇവർ തന്നെ പറയുന്നുണ്ട് തൊഴിലുറപ്പിന് പോയിക്കൂടെ. ഈ പറയുന്ന പെണ്ണുങ്ങളൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ കോട്ടയം, മുണ്ടക്കയം ആ ഭാഗത്തുള്ള, എനിക്കറിയാവുന്നതാണ്, ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഒരുപാട് മഞ്ഞങ്ങൾ. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾ പറയുന്നുണ്ട് ഞാൻ ഇരുട്ടുമുറിയിലിരുന്നാണ് പറയുന്നത്, പൊതുവേദിയിലൊന്നും വരൂ എന്ന് പറയുന്നത്. പൊതുവേദിയിലേക്ക് വരുന്നു, കൊട്ടാരക്കരയിലേക്ക് തന്നെ ഉടനെ വരുന്നുണ്ടല്ലോ, എല്ലാ ജില്ലകളിലും സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും SNDPക്കാർ കണ്ടില്ലായിരിക്കുമോ? എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പൊതുവേദിയിൽ എന്ന് പറയുമ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് നമുക്കെതിരെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയ മൂവാറ്റുപുഴ യൂണിയൻ്റെ ഒരു വലിയ നേതാവ് തൊട്ടടുത്താണ് താമസിക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഹിന്ദുക്കളുള്ളതിൽ കൂടുതൽ ഈഴവരാണ്, എല്ലാം മഞ്ഞങ്ങൾ തന്നെ, ഒരു സംശയമില്ല, ഒരു വിശ്വാസമില്ല കേട്ടോ. ഈ പറയുന്ന മുത്തനെയും വിശ്വാസമില്ല, അതേപോലെ തന്നെ ദൈവത്തിനെയും വിശ്വാസമില്ല. പക്ഷേ സന്ധ്യയ്ക്കൊക്കെ ഇരുന്നിട്ട് അവിടെ സന്ധ്യയ്ക്കോ ഓരോരുത്തരൊക്കെ രാത്രി 9 മണിക്കൊക്കെ ഇരുന്നിട്ട് ദൈവദശകം ചൊല്ലുന്ന കേൾക്കാറുണ്ട്. ഇത് ചൊല്ലിയിട്ട് വല്ല ഗുണമുണ്ടോ? ഒരെണ്ണത്തിനരിക്ക് ഗതിയില്ല, അഹങ്കാരത്തിന് കുറവില്ല. അതേ അഹങ്കാരം തന്നെയാണ് ഈ കോടതി പോലും മത്തായിക്ക് മൈരാണ് എന്ന് പറയുന്ന നേതാവ് എന്ന് സ്വയം വിളിക്കുന്ന. ഇവിടെ നമുക്ക് മാതൃഭൂമിയുടെ ആദരവ് തന്നു സുഭാഷ് തന്ത്രി ഗുരുനാഥൻ, കണ്ടോ മഞ്ഞപ്പടകൾ, ഇതൊക്കെ ഒന്ന് കണ്ടുപോയിക്കോ. ഇനിയിപ്പോൾ നാളെ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ മാതൃഭൂമിക്കെതിരെ ഒരു സമരങ്ങൾ നടത്തിയാലോ, നമുക്കാവാലോ അല്ലേ. പക്ഷെ കൗമുദി പേടിച്ച പോലെ മാതൃഭൂമി പേടിക്കില്ല കേട്ടോ, അവർക്ക് നട്ടലുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ തോന്നുന്നുണ്ടാവും. തോന്നലുകളൊക്കെ നല്ലതാണ്, എല്ലാവർക്കും ഒരു ഉശിരൊക്കെ വേണമല്ലോ. അപ്പോൾ ആ ദേഷ്യമൊക്കെ വരുമ്പോൾ ആ ഞമ്മണിക്കുട്ടീനെയും അതേപോലെ തന്നെ ശശിയണ്ണനെയും വിഭൂഷിനെയും രമേശിനെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചോ. എന്നിട്ട് ആ മത്തങ്ങയും പടവലവും പാവയ്ക്കയും കുമ്പളങ്ങയും എല്ലാം നിരത്തി വെച്ചിട്ട് മുറിച്ചുള്ള ആയുധം കണ്ട് ചട്ടം വെട്ടിക്കുക. അതല്ലേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ വെല്ലുവിളിച്ച് ഞൊട്ടി വരണ്ട, പാവങ്ങളെ മുഴുവൻ പറ്റിച്ചോ. സ്വയം എപ്പോഴും പറയുന്നൊരു ഭാഷയാണ് പിതൃശൂന്യർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് തെക്കോട്ട് വരുന്നതോറും തന്തയില്ലാത്തവർ തന്നെയാണ് അല്ലേ. ഞങ്ങളിവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഈഴവരുടെ വീട്ടിലൊന്നും ഒരു നമ്പൂതിരും കയറി ഇറങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ നായർ സമുദായങ്ങളുടെ വീടുകളിലാണ് സംബന്ധം ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ നാടുകളിൽ ഈഴവരുടെ വീട്ടിലൊക്കെ ജെനുവിൻ തന്തമാർ തന്നെയാണ്. അത് ഏത് വീട്ടിൽ ചെന്നാലും അച്ഛനും മക്കളും കണ്ട അപ്പം തന്നെ തിരിച്ചറിയാം. നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ അത് സാധിക്കില്ല എന്ന് മഹത് വ്യക്തി ആയിരിക്കുന്ന സ്വയം പറയുന്ന ആൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടുള്ള കബഡി നിരത്തി ഞങ്ങളുടെ വീടുകളിലൊന്നും അതേപോലെ തന്നെ ഈഴവാത്തി സമുദായത്തിന് വീട്ടിൽ കയറ്റില്ലായിരുന്നു. എനിക്കതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നടന്ന കാര്യമൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈഴവാത്തി സമുദായക്കാരൻ്റെ തീട്ടം കുറി വരയ്ക്കാനുള്ള ഒരു യോഗം കിട്ടിയതിന് ഈശ്വരനില്ലല്ലോ നിങ്ങൾക്ക്, നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമല്ലേ. അതിൽ തന്നെ പറയുന്നുണ്ട് പഠിക്കാനുള്ള അവസരം തന്നത് ആരാ നമ്മുടെ കണാരനില്ലേ, കണാരൻ്റെ കണ്ടല്ലേ അല്ലേ, ഹരീഷ് കണാരൻ എന്ന് പറയില്ലേ, ആൾ തള്ളുന്ന പോലെയാണ് ഈ മഹാൻ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് വിറയ്ക്കുക ചെയ്യുന്നത്. ആ വോയിസ് കേട്ടവർക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് യാതൊരുവിധ വെളിവും വെള്ളിയാഴ്ചയില്ല. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? SNDP സദസ്സുകളിൽ ഇവർ ചെന്ന് കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. ഇത് തന്നെ പറയുന്നത് കബഡി നിരത്തി ജീവിച്ച പോരെന്ന് ചോദിക്കുന്നത്. ഞാനത് തന്നെയല്ല പറയുന്നത്. ഞാൻ 31 വർഷം ബിസിനസ് ചെയ്തു. 22.5 വയസ്സ് മുതൽ എനിക്ക് തോന്നി എന്തോ പ്രശ്നം നമ്മുടെ പിന്നാലെ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് 2 ഏക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്ത് ഒരു കൗബീനധാരിയുടെ അടുത്ത് തന്നെ പോയി. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹം തന്നെ അറിവല്ലേ. 2 ഏക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്ത് പൂജ ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ തോറ്റില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 36 വയസ്സായപ്പോഴാണ് നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പൂജാരിമാരും ജ്യോത്സ്യന്മാരും അതേപോലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരും മുസ്ലിം പുരോഹിതം എല്ലാവരും അടുത്ത് പോയി. നമുക്ക് ജാതി ഭേദങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന പോലെയല്ല, നമുക്ക് ജാതിഭേദം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗുരുനാഥൻ്റെ അടുത്തെത്തി പൂജ ചെയ്തു, ജീവിതം തിരിച്ചു പിടിച്ചു. പിന്നീട് ജ്യോതിഷം പഠിച്ചു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ നരകിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സുള്ള കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും. അങ്ങനെ പിന്നെ പരസ്യമൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് വന്നു. അവർക്കൊക്കെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ പൂജയിലൂടെ മാറ്റം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കൊറോണ വരെ ഒരു പ്രശ്നമില്ല. അപ്പോഴും ഞാനിവിടെ ഇരുന്ന് നാരായണഗുരുവിനെ കുറ്റം പറയട്ടോ. ഈ 2014 ഈ അയിത്തം കേരളത്തിൽ മാറാത്ത എന്താണെന്നുള്ള എൻ്റെ അന്വേഷണം. ഞാൻ ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരാണ് ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ കൊണ്ടുവന്നത്. അതെല്ലാം മനസ്സിലായി. പിന്നീട് എന്തുകൊണ്ട് അയിത്തം മാറുന്നില്ല, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട്
മാറുന്നില്ല എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ 2014 മനസ്സിലാകുന്നത് നാരായണ ഗുരുവാണ് വില്ലൻ. കാരണം ഈ ഗുരു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരത്തിലൂടെ ഒരു സമൂഹത്തിനെ കൊണ്ടുപോവുകയും ഈ സമൂഹമാണെങ്കിൽ കൗപീനധാരികളെ കാണുമ്പോൾ ഈഴവർ മൊത്തം ഓച്ചാനിച്ച് നിൽക്കുകയും അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴും മനസ്സിലാകുന്നത് നാരായണ ഗുരു ബോധമില്ലാണ്ടാക്കി കളഞ്ഞില്ലേ, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, കള്ളക്കച്ചവടം മാത്രമായി. പക്ഷേ 1931 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾക്കും വേണം പ്രവേശനം എന്ന് പറഞ്ഞ് സമരം നടത്തിയ നായർ സമുദായം 1936 ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചതിന് ശേഷം ക്ഷേത്രങ്ങളിലേക്ക് ആരാധനയ്ക്ക് കയറുകയും അവിടുത്തെ ഭരണകേന്ദ്രങ്ങളിലേക്ക് ഇടപെടുകയും ജോലികളിലൊക്കെ വ്യാപൃതരാകുകയും ചെയ്ത് സാമ്പത്തികമായിട്ട് പിന്നിൽ നിന്നിരുന്ന നായർ സമൂഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സാമ്പത്തികമായിട്ട് മുന്നിലേക്കെത്തി. മുമ്പ് മുന്നിലുണ്ടായിരുന്ന ഈഴവർ മൊത്തം തകർന്നടിഞ്ഞ് താഴേക്ക് പോയി. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കിക്കൊണ്ട് എന്ത് സംഭവിച്ചു? ഈഴവർ മൊത്തം കള്ളുകച്ചവടം മാത്രമായിട്ട് അധപ്പതിച്ചു, എല്ലാം കുടിച്ച് റോട്ടിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ മറ്റൊരു ക്ലിപ്പ് ഞാൻ ഇതിനോട് കൂടി വയ്ക്കുന്നുണ്ട്. ശബരിനാഥ് ഇപ്പോൾ എവിടെയാണ്? ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യവും അതാണ്. ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരാണ് പെട്ടുപോയത് ഈ ശബരിനാഥിന്റെ തട്ടിപ്പിൽ. ഒരുപാട് പേർക്ക് പണം നഷ്ടമായി. ഒന്നും രണ്ടുമല്ല, കോടികളുടെ തട്ടിപ്പാണ്. ആലോചിച്ച് നോക്കൂ, സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു ഈ 20 വയസ്സുകാരനായ ശബരിനാഥിൻ്റെത്. റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി, ഈ തട്ടിപ്പ് കഥയുടെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, നമ്മൾ പറയുകയായിരുന്നു ഒരുപാട് സാധാരണക്കാരാണ് പെടുന്നത്. ഈ സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു 20കാരനായ ശബരിനാഥിൻ്റേത്. പലപ്പോഴും പ്രേക്ഷകർ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ശബരിനാഥ് നടത്തിയ ആ ടോട്ടൽ ഫോർ യു തട്ടിപ്പെന്ന് നമുക്കറിയണം. റഹീസ്, ഇപ്പോൾ ശബരിനാഥ് എവിടെയാണെന്ന് അറിയണം. എത്രയോ പാവപ്പെട്ട മനുഷ്യർ പെട്ടുപോയ തട്ടിപ്പാണ്. ദുരിതത്തിലായ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മുൻപ്. അതിനെക്കുറിച്ചൊന്ന് ഒരിക്കൽ കൂടി പറയൂ റഹീസ്. റോഷ്നി, എനിക്ക് ഇതിനകത്ത് പ്രായത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേസ് രേഖ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 20 വയസ്സാണ്. പക്ഷേ പോലീസിൻ്റെ കേസിലൊക്കെ നോക്കുമ്പോൾ 18 വയസ്സിൽ തട്ടിപ്പ് നടത്തി ഈ JR ശബരിനാഥ് എന്ന നെയ്യാറ്റിൻകര വെൺപാക്കൽ താമസിക്കുന്ന ആ ചെറു പയ്യൻ 2008 18ാമത്തെ വയസ്സിൽ തട്ടിപ്പ് തുടങ്ങുന്നു. ആകെ തട്ടിപ്പ് നടത്തിയത് ഒരേ ഒരു വർഷമാണ്. അത് നേരത്തെ വോയിസ് ഓവറിൽ പറഞ്ഞതുപോലെ വെയ് രാജ വെയ്, 1 വെച്ചാൽ 1000, അല്ലെങ്കിൽ 1000 വെച്ചാൽ 10,000, 10,000 വെച്ചാൽ ലക്ഷം എന്ന രീതിയിലായിരുന്നു തട്ടിപ്പ്. ഒപ്പം നിക്ഷേപ കൊണ്ടുവരുന്ന ആളിന് 20% കമ്മീഷൻ. 1 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നവന് 20,000 രൂപ ആ സ്പോട്ടിൽ കിട്ടും. ആ രീതിയിലാണ് വളർന്നത്. നിഷ എന്നു പേരുള്ള ഒരു നിക്ഷേപകയാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. ആ പരാതിക്ക് പിന്നാലെ തന്നെ പല പരാതികൾ വന്നു. തിരുവനന്തപുരത്തിനടുത്തുള്ള നാഗർകോവിലിൽ ഒളിവിലേക്ക് പോയി. അവിടെ നിന്ന് പോലീസ് 2008 നാഗർകോവിൽ വെച്ച് പിടിച്ചു. നേരെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് കൊണ്ടുവന്നത്. 2009 ഒക്ടോബറിൽ കോടതി ജാമ്യം കൊടുത്തു. അന്നൊരൊറ്റ മുങ്ങലായിരുന്നു. പിന്നീട് 2014 പൊങ്ങിയത്. അതിനിടയിൽ വിദേശത്തേക്ക് കടക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ നോക്കി. പക്ഷെ പോലീസ് അതൊക്കെ കടക്കാതിരിക്കാനുള്ള പണിയൊക്കെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് ഞാൻ വേറൊരു സ്ഥലത്തുള്ളായിരുന്നു, ഹിമാലയത്തിൽ തപസ്സിരിക്കുകയായിരുന്നു എന്നാണ് തിരിച്ച് മുങ്ങിയപ്പോൾ പോലീസിനോട് പറഞ്ഞത്. 2016 തിരുവനന്തപുരത്ത് വിചാരണയൊക്കെ കഴിഞ്ഞ് ശിക്ഷ വിധിച്ചു. അന്ന് 13 കേസായിരുന്നു ഉണ്ടായിരുന്നത്. 13 കേസിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ 20 വർഷം തടവ്. പക്ഷെ അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് 2016 വെറും 4 വർഷമാണ് തടവ് ഈ 13 കേസായി കിട്ടിയത്. ഇതിൽ പോലീസിൻ്റെ രേഖകൾ പ്രകാരം 50 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്, രേഖകൾ പ്രകാരം. അതല്ലാതെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് DYSP ആയ മധുവാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം പറയുന്നത് 200 കോടി രൂപയുടെ തട്ടിപ്പ് 12 മാസത്തിനിടയിൽ ശബരിനാഥ് നടത്തി. പക്ഷേ 50 കോടിയുടെ പരാതി മാത്രമേ വന്നിട്ടുള്ളൂ. പലതും കള്ളപ്പണം എന്ന രീതിയിലും മറ്റ് രേഖകളില്ലാത്ത പണം എന്ന തരത്തിലൊക്കെ വെച്ചതുകൊണ്ട് ആളുകൾ പരാതി പറഞ്ഞിട്ടില്ല. ഇതിൽ 8.32 കോടി രൂപ പിഴയും ഒപ്പം 4 വർഷം തടവുമായിരുന്നു. തടവിനിടയിൽ അദ്ദേഹം പരോളിൽ പുറത്തിറങ്ങിയ ശേഷം ഒരു ആൽബത്തിൽ, ജമ്പർ എന്നു പേരുള്ള ഒരു ആൽബത്തിൽ അഭിനയിച്ച് പാടിയിട്ടുണ്ട്. ഇതിനിടയിൽ സിനിമാ മേഖലയിൽ ഒന്ന് കൈവച്ച് നോക്കി. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പാളീസായി. ഏറ്റവും അവസാനം
പോലീസ് രേഖകൾ പ്രകാരം 2022 ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയ ഒരാൾ 2022 വീണ്ടും 75 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിന് ഇടുക്കിയിലെ മുട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി എന്ന് പറയുന്നത് പാത്തുമുട്ടം സ്വദേശികളായ 10 യുവാക്കളാണ് പരാതി നൽകിയത്. അവരോട് തമിഴ്നാട്ടിൽ ഒരു ജ്യൂസ് ഫാക്ടറിയിലേക്ക് പണമിട്ടാൽ ഇരട്ടി ലാഭം കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ മലയാളിയുടെ ഒരു അവസ്ഥ അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസിൻ്റെ ഇതെന്താണ് ഇതിൻ്റെ ഒരു ഫയലെടുക്കാൻ പോലീസിനോട് സംസാരിച്ചപ്പോഴാണ് 200 കോടി തട്ടിപ്പ് നടത്തിയ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു വന്ന ഒരു വ്യക്തി ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയിട്ട് വീണ്ടും 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് മലയാളിയോട് മേടിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഓരോ തട്ടിപ്പ് വരുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘടിതമായ ഏറ്റവും വലിയ തട്ടിപ്പ് ആട് തേക്ക് മാഞ്ചിയം 95-96 കാലത്ത് വന്നാണ്. അത് കഴിയുമ്പം നമ്മൾ ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കും, ഞാനും റോഷിയൊക്കെ വിചാരിക്കും ഈ വാർത്തയോടുകൂടി ഇനി കേരളത്തിൽ തട്ടിപ്പ് നിന്നെന്ന്. അടുത്ത തട്ടിപ്പ് വരും, അന്ന് നമ്മൾ ഇതുപോലെ ഫയൽ പറയാൻ പാതി തട്ടിപ്പ് സ്കൂട്ടർ തട്ടിപ്പിൻ്റെ ഫയൽ പറയാനായിരിക്കും അന്ന് നമ്മൾ നിൽക്കുക. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. റഹീസ് റഷീദാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. ആലോചിച്ച് നോക്കൂ, സാമ്പത്തിക സാക്ഷരരാണെന്ന് പറയുമ്പോഴും മലയാളികൾ എങ്ങനെയാണ് ഇത്ര വേഗം പറ്റിക്കപ്പെടുന്നത്? നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെ ചോദിക്കുകയാണ്, അഹമ്മദ് കബീർ ചോദിക്കുന്നു, പെട്ടെന്ന് തുടർച്ചയായി ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ എങ്ങനെയാണ് മലയാളികൾക്ക് സാധിക്കുന്നത്? മലയാളികൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് അഹമ്മദ് കബീർ ചോദിക്കുകയാണ്. കബീർ, തുടർച്ചയായി സംഭവിച്ചിട്ടുള്ള കേരളത്തിലെ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കബീർ ചോദിച്ച ചോദ്യം അതേറെ പ്രധാനപ്പെട്ടതാണ്. 200 കോടി തട്ടിപ്പ് നടത്തിയ ശബരിനാഥ് പരോളിലിറങ്ങിയ സമയത്ത് ഇടുക്കിയിൽ പോയിട്ട് 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ആ കുറഞ്ഞ ദിവസം കൊണ്ട് അവിടെ നടത്തി. ഇരട്ടി ലാഭം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ കുറേ യുവാക്കൾ 75 ലക്ഷം രൂപ വീണ്ടും കൊണ്ട് നിക്ഷേപിച്ചു. അപ്പോൾ വിദ്യാഭ്യാസം വന്നിട്ട് മലയാളിക്ക് വിവരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം എവിടെ? ഇടുക്കിയാണ്. ഇടുക്കിയിൽ 90% ഹിന്ദുക്കളാണ്, അതിൽ 80% മഞ്ഞക്കിളികളാണ്. അപ്പോൾ ഈ പൈസ കൊണ്ടിട്ടത് മുഴുവൻ ആരായിരിക്കും? മഞ്ഞക്കിളികളായിരിക്കും. അതിൻ്റെ കാരണം എന്താ? ചിന്താശക്തി പോലും ഇല്ല. അതുകൊണ്ടാണല്ലോ മറ്റേ നാടുവാഴികൾക്ക് വേണ്ടി വെട്ടിച്ചാവാൻ വേണ്ടി ചേകവാന്മാരായിട്ട് പോയിട്ട് 2 പേര് തമ്മിൽ വെട്ടുന്നു, അതിൽ ഒരെണ്ണത്തിന് കൊല്ലുന്നു. ഈ അധികാരിക്ക് വല്ലതും സംഭവിക്കട്ടെ, ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ടും പറയും ശൂരന്മാരാന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മ അദ്ദേഹം രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിപ്പിക്കാൻ പോയപ്പോൾ അതേവരെ പട്ടാളക്കാരായിരുന്ന ഈഴവരെയൊക്കെ തരം താഴ്ത്തി മൊത്തം കൂലിപ്പണിക്കാരാക്കി മാറ്റി ഒരുപാട് നികുതികളൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനോടും ജാതിചിന്ത വരില്ല. കാരണം കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച് ജീവിച്ചിരുന്നത് നായർ സമുദായമാണ്. അപ്പോൾ ഇന്ന് കാശുമായി നായർ എന്നുള്ള വാലും കിട്ടി. അത് തന്നെ 1921 അതുവരെ ശൂദ്രർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതിന് ശേഷമാണ് ഗമ കൂടി. ഇഴവർക്ക് പിന്നെ ഈ വാലും നൂലും കോണമൊന്നും കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ കാലിൽ വീഴും. അപ്പോൾ ഈ മഹാൻ പറയുന്നുണ്ട്, സ്ത്രീകളുടെ അടിവസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞു എന്താ കുഴപ്പമുള്ള? ഷഡിം ബ്രേസർ എന്ന് പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ? അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ആഢ്യത്തുള്ള വാക്കുകളാന്ന് പറയുന്നത്. എന്നിട്ട് എന്തേ രക്ഷപ്പെടാതെ പോകുന്നത്? അപ്പോൾ പറയുന്നു, കബഡി നോക്കി ജീവിച്ചാൽ പോരെ. ഞാൻ ഇത് തന്നെ പറഞ്ഞേ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ തകർന്നടിയുമ്പോൾ അവരെ രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം നവോത്ഥാന നായക ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ മഞ്ഞൾക്ക് മനസ്സിലാവുണ്ടായില്ല, പൂജിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നീട് നമ്മളുടെ ക്ഷേത്രത്തിൽ ഒരു ആശാരി പണിക്കാരനായിട്ട് വന്നവനെ ഞാൻ നിർബന്ധിച്ച് പൂജയിൽ കൊണ്ടുവന്നു. അവനെ ഞാൻ മുതലാളിയാക്കി. അവൻ കല്യാണം കഴിച്ച ഇഴവ സ്ത്രീയാണ്. അപ്പോൾ അന്ന് അവൻ ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞപ്പോൾ അവന് 6 വർക്ക് കിട്ടി. 6 വർക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ വർക്ക് പതുക്കെ ചവിട്ടി. ഞാൻ പിന്നീട് ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നു, പിന്നെ ഒരു ക്രിസ്ത്യാനിനെ കൊണ്ടുവന്നു. അങ്ങനെ ഫിനിഷ് ചെയ്തു. ക്രിസ്ത്യാനി അവിടെ വർക്ക് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ലണ്ടനിലേക്ക് പോകാൻ പറ്റി. അതിൻ്റെയൊക്കെ നന്ദി എന്നോട് അറിയിക്കേണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു ആശാരി തന്നെ വന്ന് ബാലൻസ് പണി തീർത്തു. അപ്പോൾ മുമ്പെടുത്ത് ഈ ആശാരി എടുത്തതിനേക്കാളും ഒരുപാട് പൈസ താത്തിയാണ് പിന്നീട് വന്ന ആളെടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മുതലാകുമോ? ആൾ പറഞ്ഞതിന് സാറ് പൈസ മുടക്കുന്നു, ഞാനൊരു നോട്ടക്കാരനായിട്ട് നിൽക്കുന്നു, അതാത് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുന്നു, ബാക്കി പൈസ എനിക്ക് തരാമല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവൻ എന്നെ എത്രയോ പൈസ വരിച്ചിട്ടായി. അപ്പോൾ ഇവൻ ചെന്ന് ഇളക്കിയിട്ടാണ് ഈ മഞ്ഞകൾക്ക് ഈ നവോത്ഥാന നായക ദൈവം എന്ന് പറയുന്നത് നാരായണഗുരു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അന്ന് നവോത്ഥാന നായക ദൈവം എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് മൂവാറ്റുപുഴ യൂണിയനും അതേപോലെ കൂത്താട്ടുകുളം യൂണിയനും കോതമംഗലം യൂണിയനും തൊടുപുഴ യൂണിയനും സമരത്തിന് വന്നത്. അപ്പോൾ സമരത്തിന് വന്നു കഴിയുമ്പോൾ ഞാൻ അവർക്കെതിരെയൊക്കെ കേസ് കൊടുത്തു. അപ്പം നിയമ സംവിധാനമൊന്നും ഞങ്ങൾക്ക് പുല്ലാന്ന് പറഞ്ഞവർ പിന്നെന്തേ ഇപ്പം തീട്ടക്കുറി വരയ്ക്കും, അതും ഇഴവാത്തി സമുദായമാണ്.
അതും കറവക്കാരനായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിയാ വരാത്ത ഇത്രയും ധൈര്യമുള്ളവന്മാർ ഒന്ന് വന്നുകൂടെ? എനിക്ക് അതിനേക്കാൾ വലിയ വിരോധാഭാസം. എൻ്റെ വീടിൻ്റെ ചുറ്റും മഞ്ഞകളാണ്. എൻ്റെ അയൽവക്കത്തൊക്കെ ഇരുന്നുകൊണ്ട് സന്ധ്യ ആകുമ്പോൾ തുടങ്ങുമായിരുന്നു ഗുരു തന്നെ പരദൈവം പരട്ട ദൈവം എന്ന് പറഞ്ഞു. ഞാനിവിടെ ആദ്യം എൻ്റെ വീട്ടിലെ പൂജ നടത്തിയത്. ആ സമയത്ത് ഞാൻ പറയും 6 മണിയാകുമ്പോൾ തുടങ്ങിക്കോ, ഇതിപ്പോൾ കേൾക്കുമെന്ന് പറയും. അപ്പോൾ അവരൊക്കെ ഇപ്പം മാറിയിട്ടോ, നിങ്ങൾ ചിന്തിക്കണ പോലെയല്ല. നമ്മൾ പറഞ്ഞ് അവർക്ക് ബോധം വന്നു. ഇപ്പോൾ അവർ നമ ശിവായ നാരായണായ നമ, നാണോ അല്ല കേട്ടോ, നാരായണൻ, യഥാർത്ഥ നാരായണനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയും മാറ്റം വരുത്താൻ പറ്റി. അപ്പോൾ ഈ അംഗം വെട്ടി വരുന്ന നേതാക്കന്മാരെ ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ ചുറ്റുമുള്ളത് ഇത് തന്നെ. ഞാൻ താമസിക്കുന്ന SNDP നിങ്ങളുടെ നാണുമുത്തൻ്റെ മുമ്പിൽ ഞാനൊരു കൽവിളക്ക് വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് എൻ്റെ മോനും മോൻ്റെ കൂട്ടുകാരൻ അവർ രണ്ടുപേരും എന്നെ കളിയാക്കാണ്. അപ്പോൾ ഞാൻ മോനെ കളിയാക്കും. കണ്ടോ, എൻ്റെ മോനെ SNDPയുടെ ബാലജന സഖ്യത്തിൻ്റെ യുവജന സഖ്യത്തിൻ്റെ ഒക്കെ പ്രസിഡൻ്റായിട്ടൊക്കെ നടന്നിട്ടുള്ള ഞാൻ SNDPയിൽ ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ ക്ലാസ് എടുക്കാൻ പോയത് മുത്തൻ്റെ വീരകഥകൾ പഠിപ്പിക്കാനല്ല കേട്ടോ. കാരണം ഞാൻ ജ്യോതിഷമൊക്കെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സമൂഹം നന്നാകത്തിൻ്റെ കാരണം ആത്മീയമായ അറിവ് മഞ്ഞൾക്കില്ല. അപ്പോൾ അറിവ് പകരാൻ പോയതാ. അപ്പം ഞാൻ ചെല്ലണ ക്ലാസ്സിൽ പിള്ളേരവിടെ ഇരിക്കും സൈലൻറ്റ്. അവിടെ ഒരു വലിയൊരു മാഷുണ്ടായി. ഈ മാഷ് വരുമ്പോഴുണ്ടല്ലോ പിള്ളേരവിടെ ഗ്രൗണ്ട് പോലെ ഓടിക്കളിക്കുകയാണ്. അപ്പം മാഷ് പറയും, ആ സുഭാഷേട്ടൻ വന്ന സമയത്ത് നിങ്ങളൊക്കെ അടങ്ങിയിരിക്കുമല്ലോ, ഞാൻ വരുമ്പോൾ എന്തെങ്ങനെയാണ്? കാരണം എന്താ, സുഭാഷേട്ടൻ വരുമ്പോഴേ കുട്ടികളോട് പുരാണ ഇതിഹാസ കഥകളാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഈ മുത്തൻ്റെ കഥ മാത്രം വീരകഥ കേട്ടിരുന്ന കുട്ടികളല്ലേ, അവർക്ക് ആദ്യമായിട്ട് ദൈവീയ കഥ കേൾക്കുമ്പോൾ അത് നിശബ്ദരായിരുന്ന് അവർ ശ്രവിക്കും. അങ്ങനെ ഒരു 4-5 ക്ലാസ് കഴിഞ്ഞപ്പോൾ മഞ്ഞകൾക്ക് അപകടം മണത്തു. ഉണ്ടോ, ഇയാൾ വില്ലനാവും. കാരണം എന്താ, പിള്ളേർക്ക് ദേവീദേവ കഥകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയറിളക്കം പിടിച്ച് മരിച്ച ദൈവത്തിൻ്റെ പിന്നാലെ കുട്ടികൾ പോകില്ല. അങ്ങനെ അവർ നമ്മളായിട്ടുള്ള ആദ്യത്തെ അംഗം കുറിച്ചു. പിന്നെ ജ്യോതിഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇവരുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മകനും കൂടി ഇരിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് അവിടെ പറയും, നാരായണ ഗുരു ദൈവമല്ലേ. അപ്പോൾ പിന്നെ പിറകിലിരിക്കുന്ന മഞ്ഞങ്ങളെല്ലാം കൂടി അതേ. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, പെന്തക്കോസ്തുകാർ വിളിക്കില്ലേ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്ന പോലെ നാരായണ ഗുരു ദൈവമല്ലേ അതേ, ഇങ്ങനെയുള്ള വിളി. ഞാൻ അവരൊക്കെ തിരിഞ്ഞു നോക്കി. ഒരു ഗതിയും പരഗതിയില്ലാത്ത പാവങ്ങൾ ഇങ്ങനെ ഇന്ന് ബാങ്ക് വിളിക്കാൻ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പ്രശ്നക്കാരുടെ വീട്ടിൽ പോയാൽ പ്രശ്നം തുടങ്ങും, ആരും പോകരുത്. കോട്ടയം കുറിച്ചിന്ന് വന്ന ഒരുത്തൻ്റെ ഉത്ബോധനമാണ്. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഇവിടെ ഇരിക്കാം. എന്നല്ലേ പറയണത്, ഇതൊക്കെ നല്ല വടിയാണ്, ഇവനൊക്കെ ഇട്ട് അടിക്കാൻ എനിക്ക് തരുന്ന ഒരു ആയുധമാണ്. ഇതൊന്നും ഇവനെ അറിയില്ല. എന്തായാലും അവൻ്റെ അടുത്തിരിക്കുന്ന മറ്റേ നേതാവില്ലേ, ഇവിടുത്തെ നേതാവ്, ഇവൻ പോയി കഴിയുമ്പോൾ ഇവനിപ്പോൾ തന്നെ പോകും. പക്ഷെ നേതാവ് ഇത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവൻ്റെ മക്കളുടെ കാര്യം അവൻ്റെ കാര്യം എന്നോട് ചോദിക്കും. മോൻ കണ്ടോളാൻ പറഞ്ഞു. എന്തായാലും മറ്റവൻ പോയി. അപ്പോൾ തന്നെ ഈ നേതാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു, കാര്യങ്ങൾ ചോദിച്ചു. വേണ്ട, ഇതാണ് മഞ്ഞളുടെ പാണ്ഡിത്യം. അപ്പം എങ്ങനെയുണ്ട്, അതായത് എത്ര കണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു വിവരമില്ല. നമ്മുടെ ഒരു തഹസീൽദാരുണ്ട്, അവർ പറയുന്നത് ഞാൻ പറഞ്ഞ അഹങ്കാരികളാണ്. അവർ പറഞ്ഞ അഹങ്കാരികളല്ല സാറേ എന്ന് പറഞ്ഞത്. അവരൊക്കെ എന്നെ സാറേ എന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് പാവത്തുങ്ങളാന്ന് പറഞ്ഞത്, ബോധമില്ല. കഷ്ടം. അപ്പോൾ ഇത്രയ്ക്കും ബോധമില്ലാത്ത ഈ പാവത്തുങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞ് മഞ്ഞപ്പത വരുത്തി സുഖിച്ച് കഴിയാല്ലേ അച്ഛനും മോനൊക്കെ പാടാൻ. അതിൻ്റെ ഒപ്പമല്ലേ നിന്നെ പോലുള്ള ഊച്ചാളി നേതാക്കന്മാർ വന്നിട്ട് നിയമം മത്തായിക്ക് അല്ലേ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. വിറച്ച് തുള്ളി നടക്കുമ്പോഴേ ഒന്നറിഞ്ഞോ, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ തുടങ്ങിയതൊന്നും അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ശിക്ഷണങ്ങളെ പഠിപ്പിച്ചാണ്ട് ആർജവമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ശിഷ്യനോട് പോലും നിങ്ങൾക്ക് സംവാദത്തിന് പറ്റാത്തവർ പറയുന്നു, ഞാൻ ഇരുട്ടുമുറിയിലിരുന്നാണ് വെല്ലുവിളിക്കുന്നത്. ഞാൻ ഇരുട്ടുമുറിയിലല്ല, ക്ഷേത്രത്തിൽ അവിടെ 10,000 പേരുണ്ട്, അത് മുഴുവൻ മഞ്ഞളെന്നായി. നിങ്ങൾ തടുത്ത എങ്ങനെ നിൽക്കണം? എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം അയ്യർ സമുദായമാണ്. ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, അതൊക്കെ അങ്ങനെ തടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഈശ്വര നിയോഗമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവരൊക്കെ വിചാരിച്ചാൽ തടുക്കാൻ പറ്റുമോ? ബോധമില്ലാത്തവർ പലതും കാണിക്കും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ വിചാരിക്കാമെന്ന് ചോദിച്ചത് ഉണ്ടോ? അപ്പോൾ അവരുടെ ചിന്തകൾ നോക്കിയേ. ഈശ്വരൻ്റെ പിന്നാലെ, യഥാർത്ഥ ഈശ്വരൻ കേട്ടോ. നമ്മുടെ ജ്യോതിഷം അനുസരിച്ച് മനുഷ്യൻ ദൈവമാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ ദൈവം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓരോ ദൈവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഗോപൻ ദൈവം വന്നു. അപ്പോൾ അങ്ങനെ ഗോപൻ ദൈവം വന്നപ്പോൾ പഴയതിനടുത്ത് കളയൂ.
പിന്നെ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ, ഇവിടെ വാടാനപ്പള്ളിയിൽ ശങ്കരൻ്റെ വീട്ടിൽ തിരമാല അടിച്ചു കയറിയപ്പോൾ പ്രഥമ ശിഷ്യനായിരുന്ന ബോധാനന്ദൻ വന്ന് അവിടെ ബോധാനന്ദ രേഖ വരച്ചു. എന്നിട്ട് ആ വരയിൽ കിടന്നു എന്ന് പറഞ്ഞു. 3-ാം ദിവസം മുത്തമ്മന്നവരെ കിടന്നു. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി അധിക്ഷേപിച്ചെന്ന് പറയരുത് കേട്ടോ, ഞങ്ങൾ മുത്തപ്പൻ എന്നൊക്കെ പറയുന്നത് വലിയ ദൈവത്തിനെ പറയണതാണ്. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് കയറിയെന്ന് ശങ്കരൻ്റെ വീട്ടിലേക്ക് ഇനി തിര അടിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വഴിക്കില്ല, അവിടെ എത്തുമ്പോണ്ടല്ലോ കടലങ്ങോട്ട് പേടിച്ച് അങ്ങോട്ട് മാറിപ്പോകണമെന്ന് പറഞ്ഞു. എന്താ പറയല്ലേ. എന്നിട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ കുറേ മഞ്ഞങ്ങൾ കാണാൻ പോയി. അപ്പം പറയണേ, അവർ ചെന്നപ്പോൾ ശങ്കരൻ്റെ വീട് കടലിൽ മുങ്ങിക്കിടക്കുന്നു. ചിരിക്കാണ്ട് എന്താ ചെയ്യുക? അല്ല, ബോധാനന്ദനൊക്കെ മരിച്ചില്ലല്ലേ? അത് മരിച്ചതല്ല, സമാധിയൊന്നുമല്ല, നിറന്തലേക്ക് അടിച്ച് കൊന്നതാണ്, അധികാരത്തർക്കം. അപ്പോൾ ഇതേപോലുള്ള വെളിവില്ലാത്തവന്മാരെ നിങ്ങൾ എവിടേക്കാണ് കളിക്കുന്നത്? നിങ്ങൾ കോടതിയിൽ വാ. നമ്മുടെ ശിക്ഷ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കോടതിയിലെത്തിക്കാനാണ് നോക്കുന്നത്. കോടതിയിലെത്തിച്ചിട്ട് നിങ്ങളൊന്ന് പറയ് എങ്ങനെയാണ് ദൈവ ക്രിയേഷൻ. അപ്പോൾ കൃഷ്ണൻ്റെ കാര്യമൊക്കെ പറയണ്ട കേട്ടോ. കൃഷ്ണ കഥകളാണ് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഈശ്വരൻ എങ്ങനെയാണ് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യങ്ങളെല്ലാം ആരാധന നടത്തേണ്ടതെന്നും അവരെ പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ ലഭിക്കും എന്നുള്ള കഥകളാണ്. അപ്പോൾ കൃഷ്ണൻ പശുവിനെ കൊണ്ടായിരുന്നു, ഇനിയിപ്പോൾ യേശു ആടിനെ കൊണ്ടായിരുന്നു. ഇപ്പോൾ ചിലർ പറയാറുണ്ട് എന്ത് യേശുവിൻ്റെ കേസ് പറയും. ഞാനിതിന് മറ്റു മതക്കാരുടെ അടുത്തേക്ക് പോണത്, അവരെ നേരാക്കണമെങ്കിൽ അവിടെ ആളുകളുണ്ട്. അതുകൊണ്ടല്ലേ ഡോക്ടർ BR അംബേദ്കർ അത് പഠിപ്പിച്ചതും ക്രിസ്ത്യാനികൾ, ഇവിടെ എല്ലാം ചെയ്യിച്ചതും ക്രിസ്ത്യാനികൾ, കാരണം ബ്രിട്ടീഷുകാരാണല്ലോ. എന്നിട്ട് പോലും ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന് ജാതി ഹിന്ദുക്കൾ പറയാനല്ലേ മനുഷ്യനായിട്ട് അംഗീകരിക്കാതിരുന്നിട്ട് ഒരു കാരണവശാലും അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചില്ല, നേരെ ബുദ്ധമതം സ്വീകരിച്ച 1,00,000 അനുയായികളായിട്ട്. അതിൻ്റെ കാരണം എന്താ? ഈ ബുദ്ധമതമാണ് ക്രിസ്തുമതമായതെന്ന് അംബേദ്കർക്ക് അറിയാമായിരുന്നു. ഇത് തന്നെ BBC-യുടെ ഡോക്യുമെൻ്ററി കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ബഹളത്തിന് വരണ്ട. ഇത് തന്നെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ജോസഫ് ഇടമറുക് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ, അവർ പറയുന്നുണ്ട്. പക്ഷെ നാരായണഗുരുവിനെ പറഞ്ഞില്ല. നാരായണഗുരുവിനെ പറയാത്തതിൻ്റെ കാരണം എന്താ? ഈ ബുക്കൊക്കെ വായിക്കണത് എന്താ? അത് രവിചന്ദ്ര സി എന്ന് പറയുന്ന ആളുണ്ട്, പ്രൊഫസറാണ്, അസിസ്റ്റൻ്റ് പ്രൊഫസർ. പുള്ളി എല്ലാ ദൈവങ്ങളെയും അതിൽ നിശ്ചിതമായിട്ട് വിമർശിക്കും, ആൾ ദൈവങ്ങളെയും വിമർശിക്കും. പക്ഷേ നാരായണഗുരുവിനെ മാത്രം വിമർശിക്കാറില്ല. അതിൻ്റെ കാരണം എന്താ? പുള്ളിയുടെ പിന്നാലെ വന്ന് ഈ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോണതും ഈ യുക്തിവാദി എന്ന് പറഞ്ഞ് നടക്കണവന്മാരൊക്കെ മഞ്ഞകളാണ്. അപ്പോൾ ആൾക്കും ജീവിക്കേണ്ട എന്താ സുഖം. അപ്പോൾ ഞാനും നോക്കി, എല്ലാ നേതാക്കന്മാർക്കും അറിയാം. എനിക്കിത്രയും കണ്ടെത്താമെന്നുണ്ടെങ്കിൽ ഈ എഴുത്തുകാർക്കും ചിന്തകന്മാർക്കും അറിഞ്ഞൂടെ? കാരണം മരുത്താമല എന്ന് പറയുന്നിടത്ത് 4-5 വർഷം തപസ്സിരുന്നു എന്ന് പറയുന്നത് 27 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. കൂടെ ചട്ടമ്പിസ്വാമി ഉണ്ടായി. അപ്പോൾ ചട്ടമ്പിസ്വാമീനെ അങ്ങോട്ട് വിസ്മരിച്ചു. എന്തായാലും നിങ്ങൾ തീട്ടക്കച്ചവടം ചെയ്ത് തീട്ടക്കുറി വരപ്പിച്ച് കാശുണ്ടാക്കാമെന്ന് കരുതി നടക്കാതെ പോയതിൻ്റെ വിഷമമല്ലേ. അപ്പം ഞാൻ എന്തായാലും പൊള്ളിമറയിലല്ലട്ട് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ ചുറ്റുവട്ടത്തുണ്ട്, നേതാക്കന്മാരുണ്ട്, തൊട്ടടുത്തല്ലേ ഇരിക്കണത്. അപ്പോൾ വരാൻ പാടില്ല, ചോദിച്ചൂടെ, സംവാദത്തിന് പോരെ. നിങ്ങളുടെ കയ്യിൽ എത്ര ആയതുണ്ടെങ്കിൽ കൊണ്ടുവരാം, ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞോ, നിങ്ങൾ പറയുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചു ചോദിക്കും, അതിൻ്റെ ഉത്തരം പറയണം. ഇതെന്നെ ക്ഷേത്രം പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു വണ്ടി നിറച്ച് കണിയാമരം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് സംസ്കൃതം ചൊല്ലി മലത്താന്ന് എഴുതി. പക്ഷെ കണ്ട അവിടെ ഈശ്വരൻ എൻ്റെ കൂടെ വന്നു, തടുത്തു. എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. പക്ഷെ സിനിമയിൽ പറഞ്ഞ പോലെ മലപ്പുറം കത്തിയും കടാരയും പിന്നെ എന്തൊക്കെ കൊണ്ടുവന്ന്. എന്നിട്ട് എന്തായി? അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി തിരിച്ചു പോയി. അതിൻ്റെ ഏഴരക്ക് വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. എന്നിട്ട് പിന്നെയും കിടന്ന് പറയുന്നു. അപ്പോൾ പിന്നെ മത്തായിക്കും മയിലാണെങ്കിൽ അന്ന് എന്തേ? അത് 1000 രൂപ കൂലി കൊടുത്തില്ല, കുറച്ചെണ്ണത്തിന് കൊണ്ടുവന്നേ 350 പേരാവും. അങ്ങനെയല്ല കൊണ്ടുവന്നേ. എന്നാൽ കൊണ്ടുവരൂ, ഞാൻ വേണ്ടെന്ന് പറയുന്നുണ്ടാ. എന്തായാലും ഈഴവർ മൊത്തം നിങ്ങളുടെ പിന്നാലെ ഉണ്ടെന്നുള്ള ആ ഒരു മിഥ്യാധാരണ നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് വോട്ട് കിട്ടണം. പിന്നെ അച്ഛനും മോനും കൂടി 4000 രൂപയുടെ ലാമ്പി സ്കൂട്ടറിന് നടന്നതിനിപ്പോൾ 3000 കോടി ആസ്തിയായി. ഒരുത്തന്നെ ചിട്ടി കമ്പനി വെച്ചിട്ട് കോടീശ്വരനായി. എല്ലാ ചാനലും അവൻ്റെ പേരിലായി. അങ്ങനെ എന്തൊക്കെ സുഖം നടക്കട്ടെ. എന്തായാലും മഞ്ഞളെ പറ്റിച്ച് മഞ്ഞപ്പത വരുത്തി മുന്നോട്ട് പോകാം. എന്തായാലും എന്നെ അതിൽ കിട്ടില്ല. പിന്നെ എൻ്റെ പിതാവിനെ കവടി നിരത്തി കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ അത് വേണ്ടി വരുമല്ലോ, കാരണം തെക്കോട്ടല്ലേ സംഭവം, ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. നമ്മുടെ മഹർഷിമാരാരും ദൈവപരിവേഷത്തിൽ ഇരുന്നിട്ടില്ല. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഒരു വയറിളക്കം പിടിച്ച് മരിച്ച ആളെ ദൈവമാണെന്ന് കൊണ്ടുവന്നു. അതൊരു ഈഴവാത്തി സമുദായക്കാരനാണ്. ഈഴവർ ഭയങ്കര ജാതിസ്പെറ്റുള്ള ആൾക്കാർ എനിക്കറിയാം. പുലേൻ്റെ വീട്ടിൽ പോയിരുന്ന ഒരു ഭക്ഷണം കഴിക്കില്ല. നമുക്കങ്ങനെ ഇല്ല കേട്ടോ, ജാതി മത ഭേദമൊന്നുമില്ല. എനിക്ക് പുലേനായാലും പറയുന്നത് എൻ്റെ ചെറുപ്പം പോലെ അങ്ങനെ തന്നെയാണ്.
നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ കയറുമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, കയറണം എന്ന് തന്നെ പറയും. നിങ്ങൾ പറഞ്ഞ വെടിക്കഥകളല്ല കേട്ടോ, ഒറിജിനൽ കഥ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിലായാലും ഏതൊരു കാര്യത്തിന് വന്നാലും നമുക്ക് അവരോട് ചോദിക്കേണ്ടതായില്ല, ജാതി ചോദിക്കണം എന്തിനാ. ഇത് തന്നെ നമ്മുടെ ചില പ്രവർത്തകർ ഇങ്ങനെ പറയും, ഞങ്ങളിങ്ങനെ. ഞാൻ പറയും, നിങ്ങളെന്തിനാണ് പറയുന്നത്? ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയ മേന്മയുള്ള ആൾക്കാരനെ ഇങ്ങനെ ഒരു ഇഴവാത്തിനെ പിടിച്ച് നിങ്ങളുടെ നെറുകയിൽ വെച്ച് ഇനി അതിൻ്റെ മലം കൊണ്ട് കുറി വരയ്ക്കണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഡോക്ടർ പൽപ്പുവാണ് ശരിക്കുള്ള ഇഴവൻ. അപ്പോൾ പൽപ്പുവിനെ എന്തിയെ പൊക്കി കൊണ്ടിരാത്ത? ഓ, പൽപ്പ് ദൈവമായില്ലല്ലോ അല്ലേ. 1918 പൽപ്പ് കൊടുന്ന് സ്റ്റാൻഡ് കിട്ടുമല്ലോ, ആൾ UK പോയി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ദൈവം 2-3 പ്രാവശ്യം വഴക്കൂടി ശ്രീലങ്കയിലേക്ക് പോയി. എന്നിട്ട് പറയുന്നത് അവിടെ പ്രചരിപ്പിക്കാൻ പോയി. എന്ത് പ്രചരിപ്പിക്കാൻ? എന്തൊക്കെ നുണകളാണ്. ഇത് തന്നെ കഴിഞ്ഞ സുഹൃത്തും വീഡിയോ ഉണ്ട്. ഒരു സ്ത്രീക്ക് നിങ്ങളുടെ മുത്തൻ ഒരു പഴം കൊടുത്തപ്പോൾ ഗർഭിണിയായിരുന്നു. എന്തൊക്കെ കഥകൾ ഇനി വരും. വെടിക്കഥകൾ കേട്ട് മഞ്ഞപ്പുളകം കൊണ്ടിരിക്കാം. അത് തന്നെ 1917 സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നൊരു മഹാമാരിയുടെ ഉണ്ടായിരുന്നു. 1925 വരെ പുലയരാണ് മഞ്ഞവസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത്. അത് മഞ്ഞൾ വെള്ളത്തിൽ വെള്ളം കൊണ്ട് മുക്കി കൊടുത്ത്, അത് നിങ്ങളുടെ മുത്തൻ്റെ ഒരു ക്രിയേഷനായിരുന്നു, തമിഴ്നാതി ആൾക്കാർ മാറിപ്പോകാൻ വേണ്ടിയിട്ട്. പിന്നെ 1925 അതും നടരാജഗുരു പൽപ്പ് മകനെ വിളിച്ചു വരുത്തി 1918 UK വരുത്തിയിട്ട് PhD എടുപ്പിച്ച് 1923 തിരിച്ച് കേരളത്തിലേക്ക് വിട്ടു. അങ്ങനെ നടരാജൻ പിന്നീട് നടരാജ ഗുരുവായി. 60-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. അപ്പോൾ അതുവരെ എല്ലാ അഭ്യാസം നടത്തിയുണ്ടാവും. അതിനുശേഷം ഊട്ടിയിൽ പോയിട്ട് ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചു. അവിടെ നിന്ന് പിന്നെ നടരാജൻ്റെ കലക്കാണ് ഇന്ന് കാണുന്ന രീതിയിൽ SNDP മൊത്തം മഞ്ഞച്ചു. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക. ഈ നാരായണഗുരു നബീനെ വാഴ്ത്തിയൊക്കെ കൃതി എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ മുസ്ലിമായിട്ട് മാറിയെന്ന് പറയുന്നുണ്ട്. മുത്തുകുമാരൻ എന്ന് വിളിച്ചിട്ടുണ്ട് നബീനെ. ഇതെൻ്റെ അടുത്തൊരു SNDPയുടെ നേതാവായിരുന്ന ആൾ വന്നപ്പോൾ പറഞ്ഞതാണ്. അതും കണക്ക് കൂട്ടുക, രണ്ടും കൂടി കണക്ക് കൂട്ടിയിട്ട് പല്ലനയാറ്റിൽ കുമാരനാശാനെ വടം കെട്ടി ബോട്ട് മറിച്ച് കൊന്നത് മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുന്നുണ്ട്. അതാരായിരുന്നു നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളാണ് അറിയേണ്ടത്. നമുക്കെന്തായാലും മനുഷ്യനെ ദൈവമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും എൻ്റെ അടുത്ത് വന്നു പോകണവർക്ക് മനസ്സിലാവും. അവനുഭൂതിയിൽ 2 ദിവസം ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചരിതം അവർക്ക് മനസ്സിലാകും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നവോത്ഥാന നായകരായിരുന്നു ഡോക്ടർ പൽപ്പു. അതിനേക്കാൾ മുമ്പുള്ള ആളായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹമാണ് റോഡിലൂടെയുള്ള ഹോയ്വിളി അവസാനിപ്പിച്ചതും അച്ചിപ്പടവ സമരം നടത്തിയതും മാറുമറിക്കൽ സമരം നടത്തിയതും. അത്രയും വിപ്ലവം കാണിച്ച ഒരാളും കേരളത്തിലുണ്ടായിട്ടില്ല. അതൊരു മുക്കുത്തി സമരം നടത്തിയതും. ഇതെല്ലാം ഇപ്പം നിങ്ങളുടെ മുത്തൻ്റെ സംഭാവനയായിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അത് പിന്നെ എത്രയോ നിരണം പ്രക്ഷോഭം നടന്നു. അതേപോലെ SNDPക്ക് ഇന്ന് കാണുന്ന രീതിക്ക് മാറ്റം വരാൻ വേണ്ടി സഹോദരൻ അയ്യപ്പൻ വന്നു. സഹോദരൻ അയ്യപ്പൻ ആദ്യമായിട്ട് 1917 എറണാകുളം ജില്ലയിൽ ചെറായിൽ പുലേനൊപ്പം ഇരുന്ന് മിശ്രഭോജനം പന്തിഭോജനം പുലേനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഒരു ഈഴവൻ കേരളത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ നിങ്ങളുടെ നാരായണഗുരു പറഞ്ഞ അരുതയ്യപ്പ എന്ന് പറഞ്ഞു. അരുതയ്യപ്പ എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണ് ചോദിക്കുന്നത്, ഇവർ മനുഷ്യരല്ലേ എന്ന്. അതിനുശേഷമാണ് നിങ്ങളുടെ ദൈവത്തിന് ബോധം വന്നേ, ഓ അവർ മനുഷ്യരാണോ. അങ്ങനെ പിന്നെ 1920 നമുക്ക് ജാതിയില്ല വിളംബരം പുറപ്പെടുവിച്ചു. ഇതൊക്കെ ചരിത്രമല്ലേ. ഈ ചരിത്രമൊക്കെ മാറ്റിക്കളയാൻ പറ്റുമോ? അതേപോലെ തന്നെ 1911 മഹാനായ അയ്യങ്കാളി പഞ്ചമി എന്ന പുലയ പെൺകുടിയെ തിരുവനന്തപുരം ഉരുട്ടമ്പലത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സവർണരെ എതിർത്തു, അതിനേക്കാൾ കൂടുതൽ ഈഴവരെ എതിർത്തു. പിന്നെ അയ്യങ്കാളി ധീരമായി സമരം നടത്തി. 1914 3 വർഷം സമരം നീണ്ടു നിന്നു. ആ സമരത്തിൻ്റെ ഒടുവിൽ നമ്പൂതിരിയുടെ ഇല്ലത്തിൽ 1 മണി അരി പോലും ഇല്ലാണ്ടായപ്പോൾ നമ്പൂതിരി ഉത്തരവിട്ടു പഞ്ചമി പഠിക്കട്ടെ. അങ്ങനെ 1914 പഞ്ചമിക്ക് പ്രവേശനം ലഭിക്കുന്നത്. പിന്നീട് അത് സ്കൂളിന് തീ വയ്ക്കും. പിന്നെ അയ്യങ്കാളി ധീരതയോടുകൂടി വീണ്ടും കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൂടാതെ അദ്ദേഹം സാധുജന പരിപാലന സംഘം എന്ന സംഘടന ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് പ്രജാസഭയിലെ മെമ്പറായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം ശരിക്കും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് അയ്യങ്കാളിയാണ്. പിന്നെ ഡോക്ടർ പൽപ്പുവാണ്. അതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ദൈവങ്ങളാക്കാത്ത? അതേപോലെ തന്നെ അയ്യാസ്വാമി ഉണ്ട്. ഈ നാരായണഗുരുവിൻ്റെ ഗുരുവായിരുന്ന അയ്യാസ്വാമി. അയ്യാസ്വാമിയുടെ ഗുരുവായ അയ്യാ വൈകുണ്ഠസ്വാമി ഉണ്ട്. അദ്ദേഹവും ഇതിനു മുമ്പ് ഒരു സംഘടന ഉണ്ടാക്കി. പുള്ളി സ്വയം പറയുന്നുണ്ട് ദൈവമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഒരു ശിഷ്യനും പറഞ്ഞു നോം ശിവനും നോമിൻ്റെ പത്നി പാർവതിയാണ്. കാരണം കുറച്ച് ഒരു കഴിവ്, അതായത് അരബുദ്ധി കിട്ടിക്കഴിയുമ്പോഴേ വലിയ ആളാവും. മറിച്ച് ഫുൾ ബുദ്ധി കിട്ടിയാലോ ഒരിക്കലും ആവില്ല. അപ്പം മഹർഷി ആവുള്ളൂ. കാരണം ഈശ്വരന്മാർ അവിടെ ഉണ്ടല്ലോ. നമ്മളെന്തിനാ
അവരുടെ ഇരിപ്പിടത്തിൽ കയറി നമ്മൾ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ജീവിതം നമുക്ക് ഒരിക്കൽ മാത്രമാണ്. എന്തിനു കുറ്റം പറഞ്ഞു എന്നല്ല ചിന്തിക്കേണ്ടത്, ഉള്ളതാണ് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുക. ഉള്ള കാര്യം പറഞ്ഞു തരുമ്പോൾ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ? നിയമവാഴ്ചയുള്ള നാടല്ലേ. അപ്പോൾ ഇവനൊക്കെ പോലുള്ളവരൊക്കെ ഭീഷണിപ്പെടുത്തി ഞാൻ പേടിക്കുമോ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നിങ്ങളറിയുക, എന്തായാലും ബിഭൂഷിനോ ഞമ്മണിക്കുട്ടീനോ അല്ലെങ്കിൽ രമേഷ്ജിനോ പിന്നെ ശശിയണ്ണനോ, ശശിയണ്ണനൊക്കെ ഭയങ്കര പണ്ഡിതനാട്ടോ. ഇപ്പോൾ കാണാനില്ല. കുംഭമേളയ്ക്കൊക്കെ ആയിരിക്കുമോ ഇനി അവിടുത്തെ വിശേഷം എന്ന് പറയാനായിട്ടേ? കുംഭമേളയ്ക്ക് ചെന്ന് തലവത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ കണ്ടെന്നൊക്കെ ഒന്ന് പറയായിരിക്കും. മിക്കവാറും അവിടെ വെച്ച് മുത്തനെ കണ്ടു എന്ന് പറയായിരിക്കും. നാണമുത്തനെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ അഭ്യാസം. അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ജീവിതം നമുക്കൊരിക്കൽ മാത്രം. അത് തന്നെ നാഗദേവതകൾ അസംബന്ധം എന്ന് പറയണേ, അതൊരു ഭദ്രകാളി അസംബന്ധം എന്ന് പറഞ്ഞാൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നാരായണ ഗുരു പറഞ്ഞാട്ടെ, ഞാനല്ല പറഞ്ഞത്. പിന്നെ ചാത്തനും ചാമുണ്ടിയും മറുതയും തോന്നലാന്ന് പറഞ്ഞത്. ഞാൻ ആവാഹന പൂജയിലെ ഒടി വെട്ടിയൊഴി നിമിഷം കൈവേദന, കാലുവേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, 100 110 ചിലവാകുന്ന അവസ്ഥ, ഇതെല്ലാം മാറും. ഇതെല്ലാം ചെയ്യുന്നത് ദേവി ചാമുണ്ടിയെ കൊണ്ടാണ്. ഈ ചാമുണ്ടിയാണ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആത്മീയമായ അറിവുണ്ടായിരുന്നോ നിങ്ങളുടെ ദൈവത്തിന്? ഇല്ല. പിന്നെ ചാത്തൻ വന്നാലോ? ചാത്തൻ വന്ന ഭക്ഷണത്തിൽ മുടിയുണ്ടാവും, കല്ലുണ്ടാവും, ചിലർക്ക് പ്രാണി കിട്ടും, പിന്നെ എപ്പോഴും തലവേദന ഉണ്ടാവും, മലമൂത്ര വിസർജന സ്വപ്നം കാണും. ഇതൊക്കെ ചാത്തൻ്റെ ലക്ഷണമാണ്. പിന്നെ മദ്യപാനികളായിരിക്കും. അപ്പോൾ ഇതൊക്കെ പൂജ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാവും. പിന്നെ ജിന്നാണ് വരണമെങ്കിലോ പിള്ളേരും കിടന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല, ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും, ചിലർക്ക് ഭക്ഷണം വേണ്ട, ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ്. ഇതൊക്കെ മാറ്റി കഴിയുമ്പോഴേ ഈ ലക്ഷണമൊക്കെ അവ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാകും. പിന്നെ ചിലർ റൂമിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഏഴ് മാറുന്ന പോലെ, നമ്മൾ നടന്നു പോകുമ്പോൾ പിന്നിൽ ആൾ വരുന്ന പോലെ, ഇതെല്ലാം ആഭിചാര ലക്ഷണമാണ്. ഇതെല്ലാം ആവാന പൂജയിൽ മാറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും വലിയൊരു സത്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഇതൊന്നുമില്ല? അപ്പോഴും ചോദിച്ചല്ലേ എന്നോട്, എന്താ രാശി വെച്ച് കബഡി ജീവിച്ച പോരെ? അപ്പം ഞാൻ കബഡി വാരാൻ പോയപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടതും അതേപോലെ തന്നെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതും. അപ്പോൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് അറിവായിട്ട് ചെല്ലുമ്പോൾ മഞ്ഞപ്പടകൾ പറയുന്നു വേറെ ഒരു ദൈവം വേണ്ട, നമ്മുടെ ദൈവം ഏകദൈവം എന്ന് പറഞ്ഞാൽ ഏത് ദൈവം? മനുഷ്യനങ്ങനെ ഏകദൈവമാവോ? ഓ യഹോവയാവാണ് അല്ലേ? അതെന്തായാലും നടക്കില്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ ദൈവമാണ്. പഴയ ദൈവത്തിനൊക്കെ എടുത്ത് പള്ളക്കിളയി, പുതിയ ദൈവം ഇരിക്കട്ടെ പോരെ? സംസാരിക്കുമല്ലോ. ഈ ആളുകൾക്കാണെങ്കിൽ സംസാരിക്കുന്ന ദൈവങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ കൊല്ലത്തൊക്കെ വലിയ ദൈവമുള്ളത്. അതും കൃഷ്ണൻ അവതരിച്ചു എന്ന് പറയുന്നത്. കൃഷ്ണൻ പെണ്ണായിട്ട് അവതരിച്ചു. കഷ്ടം. അപ്പോൾ കഥകളൊക്കെ വരും. മനസ്സിലാക്കുക, ബുദ്ധി തീരെ ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം പോരാ, നമ്മൾ ഒരുപാട് അറിവുകൾ തേടിക്കൊണ്ടിരിക്കണം, നേടണം. അതുകൊണ്ട് വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യമായിട്ട് തിരിച്ചറിഞ്ഞെത്തുക. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക. നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിലൊരു തർക്കവുമില്ല. നല്ലൊരു സംഘടനയുണ്ട്, സനാതന ധർമ്മ സംഘം. യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയല്ല, നല്ല വിവരത്തോടുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നേടിയെടുക്കുക. പിന്നെ ജാതകം ഇവിടെ നിന്ന് എഴുതി വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോലിയിൽ രക്ഷപ്പെടാം. വിദേശമാണോ, ഗവൺമെൻറ് ജോലിയാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തിപ്പെടുക. ഇതോടൊപ്പം അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ഇത് ബിന്ദുവാണ്, ശിഷ്യയാണ്. പാലക്കാടായിരുന്നു മുമ്പ്, പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു. കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല, ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു. അത് പിന്നീട് നമുക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിലൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു. പിന്നെ കുട്ടി സേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകൾ. അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട്. പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു. ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു. അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ്. പക്ഷേ പല പറ്റിക്കലിലൊക്കെ ചെന്ന് ചാടി കഴിയുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതൊക്കെ വെറുതെ പറ്റിയില്ലാന്നൊരു തോന്നൽ വന്നു. പക്ഷേ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടു ഇവിടെ ഒന്ന് കണ്ടിരുമ്പോൾ മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുമില്ല, ജെന്യൂനായ കാര്യമെന്ന് മനസ്സിലായി. അങ്ങനെ സഹകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കുമ്പോൾ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസമില്ലാന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നൊന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യമാണ്. അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു. അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം. നമസ്കാരം.
അദ്ദേഹം ചേർത്തല താലൂക്കിൻ്റെ പ്രസിഡൻ്റാണ് SDSൻ്റെ വിദ്യാധരൻ എന്ന പേര്. 2017 ഇവിടെ പൂജയ്ക്ക് വരുന്നത്. ഏലസം ധരിച്ചില്ല, നേരെ പൂജയിലേക്കാണ് വരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത്. അപ്പോൾ 2 കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈയിലേക്ക് വന്നു. മകന് ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തുവിൽ മാത്രം ആൾക്ക് ഇതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാനെപ്പോഴും വാസ്തു ബലം പിടിക്കുന്നത് ഈ ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവെങ്കിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നീടാണെങ്കിൽ ചെറിയ വലിച്ചിൽ വരും. ഇപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും, അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന ദിവസം ഇത്ര പേർക്ക് പൂജ എന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ വരും. അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സത്യം, നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്തത്. എല്ലാവർക്കും നമസ്കാരം. പ്രീത പ്രഹ്ലാദാണ് വർക്കലയിൽ നിന്ന് വരുന്നത്. വർക്കല നിങ്ങൾക്കറിയാലോ, തിരുവനന്തപുരം ജില്ലയിൽ വർക്കല. അവിടെ നിന്നാണ് വരുന്നത്. 2020 വീഡിയോ കാണും. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ ഏലസ് വാങ്ങിയതായിരിക്കും. അപ്പോൾ കടബാധ്യതയൊക്കെ ആയിരുന്നു, സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. പൂജ പിന്നീട് 6 മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും. അവർ ആലോചിച്ച് നിന്നില്ല. കാരണം ചിലരിങ്ങനെ ആലോചിക്കും 1.5 വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട്, അത് വരെ നോക്കിയേക്കും. ചിലർ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ പ്രീതയും ഭർത്താവും കൂടിയാണ് വന്നത്. ഒരു 6 മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു. പൂജ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ 27 ക്ഷേത്രത്തിൽ മുട്ടക്കടിച്ച് തടസ്സം മാറി. അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു, വീണ്ടും മുട്ടക്കടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ ആവാന ദിവസമാണ്, ആ ദിവസം വന്ന് തടസ്സം മാറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം. കാരണം അവർ വീഡിയോ കണ്ടു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട്, അത് കണ്ടു നോക്കുക, പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ശരിയും തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം, പിന്നെ ഏലസ് ധരിക്കാം, പൂജയിലേക്ക് വരാം. അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് ആവാന പൂജകൾ. അപ്പോൾ ഗ്രൂപ്പുണ്ട്, ഒരാളും വിളിച്ചു ചോദിക്കേണ്ട, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ആകെ ഒരു പ്രത്യേകത, ഞാനിവിടെ വരുമ്പോൾ 2ാമതും 3ാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും. ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഒരു പടയോട്ടമാണ് നടത്തുന്നത്. കാരണം ഇത് അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദമാണ് എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളിത് കാഴ്ചവെക്കുകയാണ്. കാരണം ആളുകളൊക്കെ മൊത്തം ഭ്രാന്തായിട്ട്, ജൂലിയ മദാമ അവർ UK നിന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനം ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് ഗുളികയും വാരിക്കുന്നു നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ വന്നും തൊഴുത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം അവർ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഈ വീഡിയോ എടുത്തിരുന്നു. അത് മനസ്സിലാക്കി. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോന്നിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും
എല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.